ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉഷസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലിൽ തയ്യാറാക്കിയ ഒരു മീൻകറിയാണ്. ഇതിനായി 1/2 കിലോ നെയ്മീനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നെയ്മീൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് ഞാനിത് കറി വെക്കുന്നത്. ഷാലോ ഫ്രൈ ചെയ്യുന്നതിനായി കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി അടുത്തതായി 20 ചെറിയ ഉള്ളിയും 3 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് നന്നായി ചതച്ചെടുക്കാം. വെളുത്തുള്ളി 3 അല്ലി മതിയാവും. മിക്സിയിലാണ് ചെയ്യുന്നതെങ്കിൽ അരഞ്ഞു പോകേണ്ട നോക്കണം, ചതച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മീൻ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്യാൻ വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊരു നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനു മുമ്പ് വറുത്തരച്ച തിരണ്ടിക്കറിയുടെയും മുളകിട്ട മീൻകറിയുടെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ മീൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് മാറ്റാം. ഇനി കറി പൗഡർ മിക്സ് തയ്യാറാക്കാം. ഇതിനായി 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സ്ക്രീനിൽ 3.5 എന്നാണ് കാണിച്ചിരിക്കുന്നത്, ശരിക്കും 4.5 എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചട്ടി നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നെടുകെ കീറിയ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കുറച്ച് വഴന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് കറി പൗഡർ മിക്സ് ചേർത്ത് കൊടുക്കാം. ഈ സമയം സ്റ്റൗ ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. പൊടികളെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്തിടുന്നതിന് കാരണം അത് ഓരോന്നോരോന്ന് ഇട്ടാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത് ചേർക്കുന്നത്. ഇപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. 4.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മാത്രമേ ബാക്കി തേങ്ങാപ്പാൽ ചേർക്കാൻ പാടുള്ളൂ. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം സ്റ്റൗ ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ മുഴുവൻ പാലും ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയ 3 കഷ്ണം കുടംപുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുടംപുളി നന്നായി ഉരച്ച് കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ തേങ്ങാപ്പാൽ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. കുക്കിംഗ് ടിപ്സിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും കാണണം. കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സ്റ്റൗ ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നെയ്മീൻ ചേർത്ത് കൊടുക്കാം. കറി വെക്കുമ്പോൾ നെയ്മീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് ചേർക്കുന്നത്. ചാറ് നന്നായി കുറുകുന്നത് വരെ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഒന്നുകൂടി എണ്ണ നല്ലോണം തെളിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം കൂടി തിളപ്പിച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തെടുക്കാം. ഈ കറി തലേദിവസം റെഡിയാക്കിയതിന് ശേഷം പിറ്റേ ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. തനി നാടൻ രീതിയിലുള്ള നെയ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ.